നല്ല ഗായികയാവണമെങ്കിൽ സംഗീതം പഠിക്കണം, അതുപോലെ ശബ്ദം ശ്രദ്ധിക്കണം എന്നൊക്കെ അതിനുള്ളൊരു തയ്യാറെടുപ്പുകൾ നടത്താറുണ്ടല്ലോ. ഒരു ജനപ്രതിനിധി ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കാര്യം പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ടവരാണ് ജനപ്രതിനിധികൾ. കാരണം അവരാണ് നമ്മളെ ജനപ്രതിനിധിയാക്കി എടുക്കുന്നത്. നമ്മൾ ആ സമയത്ത് പാടാൻ പോകുന്നതല്ല പ്രധാനപ്പെട്ടത്, ജനങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ സത്യസന്ധതയോടുകൂടെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനത് പറയുന്ന കാര്യം ഇപ്പോൾ ഇന്നലെ തന്നെ ചേട്ടൻ ക്രിട്ടിക്കലാണ്, അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇപ്പം മരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ഏറ്റ കാര്യങ്ങൾക്ക് പോവാതിരിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് പാടില്ല. നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ ആ ഉദ്ഘാടനത്തിന് ചെന്ന് അല്ലെങ്കിൽ മരണ വീടുകൾ കവർ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് ഓടുന്നത്. സ്വന്തം കാര്യത്തിന് പോലും നമ്മൾ ഓടുന്നത്. അതാണ് അങ്ങനെ ആവണം ജനപ്രതിനിധി എന്നുള്ളത്. കാരണം ജനങ്ങളാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുക എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നൊട്ടും ചിന്തിക്കാതെ ഞാൻ ഒട്ടും ചിന്തിച്ചിട്ടില്ല. ഇതിലേക്ക് വരാനോ രാഷ്ട്രീയ ജീവിതം എന്താണെന്നൊക്കെ ഒന്നും ചിന്തിക്കാത്തൊരു വ്യക്തിത്വമാണ്. പക്ഷേ ഇപ്പം ഞാൻ ഏതിലാണ് നിൽക്കുന്നതോ അതിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിലൊരു സ്ഥാനമാനങ്ങൾക്കൊന്നും ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. എൻ്റെ മനസ്സിലേച്ചിട്ടേ ഇല്ല ഒരു സ്ഥാനവും. ഞാനൊരു സാധാ വ്യക്തി തന്നെയാണ്. തിരിച്ച് നടന്ന് പഴയൊരു ദലീമയായിട്ട് മാറുവാൻ എപ്പോഴും എനിക്ക് പിന്നാമ്പുറങ്ങൾ തിരിയേണ്ടവളാണെന്നുള്ള ബോധം എൻ്റെ ഹൃദയത്തിലുണ്ട്. പാട്ട് പാടുമ്പോൾ ജാനകി അമ്മയുടെ ശബ്ദം പോലെയുണ്ട്. ആബേലച്ചനാണ് ആദ്യമായിട്ടത് കണ്ടുപിടിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ നിമിഷത്തിൽ ആബേലച്ചനെ ഓർക്കുമ്പോൾ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ? ആബേലച്ചന് എന്നെ 10ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോഴാണ് ആബേലച്ചൻ്റെ അവിടെ എൻ്റെ ഒരു സഹോദരൻ കൊണ്ടുപോയി കാണിക്കുന്നത്. കാണിച്ചിട്ട് അവിടെ ഞാൻ പാട്ടിന് കയറിയെങ്കിലും പാടുമ്പോൾ എനിക്കൊരു സഭാകമ്പം അവിടെ ഒന്ന് സംഭവിച്ചു. എന്ന് വെച്ചാൽ അവിടെ കുറേ പാട്ടുകാരുണ്ട്, ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്, ഒത്തിരി പേരുണ്ട്. എൻ്റെ ചിന്തകളിൽ അതൊരു അഹങ്കാരമായിരുന്നു. എനിക്ക് പിച്ച് ഔട്ട് ആകില്ല എന്നുള്ള ഞാൻ ചിന്തിച്ചിരുന്നു. എനിക്ക് ഔട്ടെന്ന് പറയുന്ന സംഭവം എനിക്കില്ല. എനിക്ക് മൈക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി. മൈക്ക് കിട്ടണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ തകർന്നു പോയത് ജാനകിയമ്മയുടേതാണ് എനിക്കെല്ലാം തരുന്നത്. അപ്പം അത് പഠിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കുമ്പോൾ 1-2 പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോളെ അത് പിച്ച് ശ്രുതി ചേരുന്നില്ല എന്നങ്ങ് പറഞ്ഞു. അന്ന് മുതൽ എനിക്ക് സഭാകമ്പം തുടങ്ങി. അന്ന് മുതലാണ് ഞാൻ ചെവി പൊത്തുന്നത്. എനിക്ക് പിന്നെ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ പെട്ടെന്നൊരു ഷോക്കായിരുന്നത്. എന്നൊരു കൊച്ചിനെ ഏൽക്കുന്നൊരു വലിയ ഷോക്കില്ലേ. കാരണം നമ്മൾ താളവും നമുക്ക് ശ്രുതിയും പോവില്ല എന്ന് ചിന്തിച്ച്, അത് അഹങ്കാരമായിരിക്കാം, ചിന്തിച്ച് നമ്മളെ മുന്നോട്ട് പോകുമ്പോൾ അത് പോയി എന്ന് കേട്ടതും എനിക്ക് പിന്നെ മൈക്കിൽ കൂടെ വരുന്നത് നമ്മൾ വായുവിൽ നിൽക്കുന്ന അവസ്ഥയായിപ്പോയി. മനസ്സിലായി? മൈക്കിന് അത്ര ഇഷ്ടപ്പെട്ട ഞാൻ പിന്നെ അതിനെ കാണുമ്പോൾ ഭയപ്പാട് തുടങ്ങി, നമുക്ക് പേടി തുടങ്ങി. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ സ്വന്തം വോയിസ് കേൾക്കാൻ ചെവി പൊത്തും. അപ്പോൾ എവിടെയും ഞാൻ ഈ ചെവിയും പൊത്തി നിൽക്കുന്ന ഗായികയായിട്ട് മാറിയപ്പോൾ അതും ഒരു കോംപ്ലക്സ് ആയിട്ട് നമ്മളിൽ സങ്കടമായിട്ട് നമുക്ക് വന്നു. പക്ഷെ നമുക്ക് സങ്കടങ്ങൾ വന്നാലും അവിടെയെല്ലാം ദൈവ സാന്നിധ്യമുണ്ട്. എനിക്കെപ്പോഴും എൻ്റെ ദൈവം കൂട്ടത്തിലുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവളാണ്. അപ്പോൾ കാരണം 7000-ഓളം ഡിവോഷണൽ പാടിയവളാണ്. 7000-ഓളം പാട്ട് പാടി. അത് ക്രിസ്ത്യൻ ഡിവോഷണലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഹിന്ദു ഡിവോഷണൽ പാടി, മുസ്ലിം ഡിവോഷണൽ പാടി. അപ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ പാട്ട് പാടുന്ന ഒരു ഗായികയാണ്.